എൻ്റെ പൊന്നളിയ മഷ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന പുതിയൊരു യൂട്യൂബ് ചാനലുണ്ട്. പുതിയ യൂട്യൂബ് ചാനലല്ല, കുറേ നാളെ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മുസ്ലിം വനിതയുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഇതിനകത്തേക്ക് ട്രാക്ക് ചെയ്യുന്നില്ല. മഷ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന അവരുടെ മോളുടെ പേരാണ്. മോളുടെ പേരിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പണ്ട് ഷാജിയുടെ വിഷയം തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ആ വിഷയത്തിനെ വലിച്ച് ഡ്രാഗ് ചെയ്തൊരു ചർച്ചാ വിഷയമാക്കിയത് ഈ മഷ്റൂറ ഫാത്തിമ ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ഈ ഒരു സ്ത്രീ യുവതിയായിരുന്നു. ഈ യുവതി പല കാര്യങ്ങളിലും വിമർശനം നടത്തുന്നുണ്ട്. എന്നിട്ട് ഷാജിദ എന്തൊക്കെ തെറ്റുകൾ ഷാജിദയുടെ ഭാഗത്തു നിന്ന് വന്നു അതേ തെറ്റുകൾ ഇവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല ലൈവൊക്കെ ആയിട്ട് പടപട പൊളിച്ചൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ മഷ്റൂറ ഫാത്തിമ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാജിദ വീട് പണിയുന്നു, ഞാനും വീട് പണിയുന്നു. ഷാജിദ പൈസ ചോദിക്കുന്നു, ഞാനും പൈസ ചോദിക്കുന്നു. ഷാജിദ അങ്ങനെ ചെയ്യുന്നു, ഞാനും ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെയാണ് പുള്ളിക്കാരി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനും അല്ലാ നന്ദി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ നാലാമത്തെ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ നാലാമത്തെ സ്നേഹിതനുമായി ഒളിച്ചോടിപ്പോയി. ഇതാണ് സംഭവം. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് വരുവാണെങ്കിൽ അതേ പ്ലക്കനെ വീണ്ടും വെച്ച് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ പെട്ട എന്നൊരു 3 കമൻറ്റ് അങ്ങോട്ട് ഇടുക. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതലായിട്ട് ഇതില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഒളിച്ചോട്ടം, അവിഹിതം, മറ്റു പുരുഷനുമായിട്ടുള്ള പരസ്ത്രീ ബന്ധം ഇതിൻ്റെയൊക്കെ സാധ്യത വളരെ വലുതാണ്. ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. മറ്റൊരുത്തിന് ഉപദ്രവമില്ലാത്തത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് കഥയൊന്ന് ചുരുക്കി പറയാം. മഷ്റൂറ ഫാത്തിമ എന്നാണ് ചാനലിൻ്റെ പേര്. പുള്ളിക്കാരി ഇതുപോലെ തന്നെ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട യുവതിയായിരുന്നു. പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങൾ കണ്ടിട്ട് പുള്ളിക്കാരിനെ നിരവധി ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു. മറ്റേ ആഭരണങ്ങളായിട്ടും വസ്ത്രങ്ങളായിട്ടും പണമായിട്ടും ഒക്കെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു. ഇവരുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. വലിയൊരു ഗ്രോത്ത് ഒന്നുമില്ല, എന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരി ഇപ്പോൾ പുതിയ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി വീട് വിട്ടിറങ്ങിപ്പോയി. 2-3 മക്കൾ ഓൾറെഡി ഇവർക്കുണ്ട്. ഇപ്പോൾ ഇവർ മറ്റൊരു ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ ഒളിച്ചോടിപ്പോയതൊരു വലിയ കോൺട്രവേഴ്സിയായി മാറി. കാരണം ഇവരുടെ ഉമ്മ വേറെ കഥയൊക്കെ പറയുന്നില്ല. രാത്രി ബെഡ്റൂമിൽ വെച്ച് പിടിച്ച സീനൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് മഷ്റൂറ പറയുന്നത് കേൾക്കാം. പുതിയ കാമുകൻ്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ മഷ്റൂറ ഫാത്തിമയുടെ ചാനലിൻ്റെ ഉടമയോടൊപ്പം അവർ തന്നെ. ഇൻഷാല്ലാ ഇന്ന് നൈറ്റ് വരും, നാളെ എത്തും. ഇതാണ് നമ്മുടെ റൂം കേട്ടാ. ഇതാണ് റൂമും കാര്യങ്ങളും ഒക്കെ. റൂമെന്ന് പറഞ്ഞിട്ട് മണ്ഡപം മാത്രമേ കാണിച്ചുള്ളൂ, ഫുൾ റൂം കാണിച്ചില്ല. അപ്പോൾ നമ്മൾ റൂം കാണാതിരുന്നേ. ഒരു ഷീറ്റിട്ട വീടാണ്. ഈ റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇക്ക അവിടുത്തെ ജോലി മതിയാക്കിയിട്ട് വരികയാണ്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിൽക്കാമെന്നാണ്. കാരണം മോളെ സ്കൂള് രാവിലെയും വൈകിട്ടും കൊണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക്. വീട്ടുകാര്യങ്ങളും ബാക്കി മിച്ചുമോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത്. ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ റാത്താണ്. പിന്നെ എല്ലാവരും മുത്തുമോനെ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇതൊക്കെയാണ് ഒരു പ്രധാന സംഭവം. നമുക്ക് ബാക്കി സംഭവം കൂടെ കേട്ടാലേ ഇതിൻ്റെ ഒരു വിശദാംശം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയ മാപ്പിളയുടെ വീട്ടിൽ നിന്നും ഇതവർ തന്നെ. മക്കളും ഞാനും ഒക്കെ ഇൻഷാല്ലാ ഒരു സമയത്ത് ഒരുമിക്കുന്നൊരു ദിവസം വരും. എത്ര ഇനി തള്ളി പറഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയില്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടാ, നിങ്ങളെ വീണ്ടും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മനസ്ഥിതിയിലേക്ക് പോകുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ആര് കളഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഈ വാപ്പ കളയില്ല. വാപ്പയോട് ഇത്ര സ്നേഹമുള്ള ആളുകൾ, അതായത് നമ്മുടെ പേരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്നേഹമുള്ള ആളുകൾ അവർ പിന്നിൽ നിന്ന് കുച്ചു കത്തിയിട്ട് കുത്തുന്ന പോലെ കുത്താൻ നിൽക്കരുത്. ഒരു മാതാപിതാക്കൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വിഷമങ്ങളിൽ ഒന്നാണ് നിങ്ങൾ അവർക്ക് കൊടുത്തത്. എന്നിട്ട് പറയുകയാണ് വാപ്പ എന്നെ കേട്ടില്ല, വാപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, നല്ല വാപ്പ. ഞാനിങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത്. അതൊരു തെറ്റെന്ന് പെട്ടെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളിങ്ങനെ ആവുമെന്നോ ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക, എന്നെങ്കിലും വാപ്പയും ഉമ്മയെ മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേ ഇക്കാലവും മതിയാക്കിയിട്ട് വരികയാണ്. ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ മക്കളുമായിരിക്കും. ഇനിയും പുള്ളിക്കാരിയുടെ ചാനലിൻ്റെ അടിമുട്ടി മൊത്തം മാറാൻ പോവാണ്. ഇനിയും പുള്ളിക്കാരുടെ ഭർത്താവും മക്കളും പുള്ളിക്കാരിയൊക്കെ ആയിട്ടായിരിക്കും ചാനൽ നടത്തുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഞാനൊരു തെറ്റ്, അത് തെറ്റാത് സംഭവം തെറ്റൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ ചെയ്തു, അത് തെറ്റാണ്. അത് വിശാല മനസ്കനായ എൻ്റെ വാപ്പയും ഉമ്മയും അത് ആശാനോട് ക്ഷമിക്കും എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്തൊരാണ് തെറ്റെന്നുള്ളത് പറയുന്നില്ല. തെറ്റെന്ന് പറയുന്നത് പുള്ളിക്കാരി ഒളിച്ചോടിയതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ കഥകളുണ്ട്. നമുക്ക് അതിന് മുമ്പേ ഈ പുള്ളിക്കാരി ഇതിനു മുമ്പ് 3 കല്യാണ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ വിവാഹം. 4ആണോ 5ആണോ
4 5 നമുക്ക് ഉറപ്പിക്കാം. പുള്ളിക്കാരി എന്തോ കുറേ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരന് അതൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അത് നിങ്ങൾ കേൾക്കും മനസ്സിലാവും. ഞാൻ ആരും കളഞ്ഞിട്ടില്ല. ഒരു മക്കളെ ഉണ്ടാക്കി ജനിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തന്തമാരടുത്തും സ്വന്തം സുഖം തേടി പോയ തന്തമാരടുത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സ്വന്തം സുഖം തേടിപ്പോയ തന്തമാരോടും. നമ്മളിപ്പോൾ വേറെ ഒരാളോട് ഒളിച്ചോടി പോയേക്കുക മുമ്പത്തെ ഭർത്താവിനെ കുറിച്ച്. നിന്റെയൊക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി, പക്ഷെ അവരാരും ഒരു ശല്യം ഇല്ലാട്ടാ. ആദ്യത്തത് വേറെ കല്യാണം കഴിച്ച്, രണ്ടാമത്തത് വേറെ 2 കല്യാണം കഴിച്ച് എനിക്ക് ശേഷം, മൂന്നാമത്തത് കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടു. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇത് 4ാമത്തെ വിവാഹമാണ് പുള്ളിക്കാരി കഴിക്കുന്നത്. അതിനകത്തൊന്നും തെറ്റ് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരിയുടെ കാരണങ്ങൾ കൊണ്ടോ മറ്റവരുടെ കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കും ഈ ബന്ധങ്ങളൊക്കെ വേർപിരിഞ്ഞു. ഒരാളുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് പുള്ളിക്കാരി ആ ബന്ധം വേർപിരിഞ്ഞു. അതിനകത്തൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഈ പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് നിരന്തരമായിട്ട് എൻ്റെ ഉമ്മയും അപ്പേനോട് ക്ഷമിക്കും, ഞാൻ കല്യാണം കഴിച്ചു, അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഇക്കയുടെ കൂടെ പോയി, ഇതാണ് ഇക്കയുടെ വീട്, മക്കളെ വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട്, മോനെ ഇപ്പോഴത്തെ ജീവിതമാണ് നല്ലത് പഴയ ജീവിതമാണ് നല്ലത്. അപ്പോൾ മോള് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് പറയും ഈ ജീവിതം നല്ലത്. ഇങ്ങനെ കുറേ കഥകളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചൊല്ലി ഈ ഉമ്മയുടെ, അതായത് ഇവരുടെ ഉമ്മയുടെ ഒരു വോയിസ് മറ്റൊരു യൂട്യൂബ് ചാനലിൽ വന്ന്, ആ ചാനലിനകത്ത് ഉമ്മയുടെ കുറേ വെളിപ്പെടുത്തലുകളുണ്ട്. അത് നമുക്ക് കേൾക്കാം. അത് കഴിയുമ്പോൾ പുള്ളിക്കാരി മറുപടി പറയുന്നുണ്ട്. അതിലും സൂപ്പറാണ്, നമുക്കതും കേൾക്കാം. ആദ്യം നമുക്ക് ഇവരുടെ ഉമ്മയ്ക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇവൾ ഇറങ്ങിപ്പോയത്, എന്തുകൊണ്ടാണ് ഇവൾ ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിനെ കുറിച്ചുള്ള ഉമ്മയുടെ ന്യായീകരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ നിന്ന് അവിടെ ചെന്ന് എന്ന് ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പുറത്ത് കൂടെ അറിഞ്ഞു ആ ബാത്റൂമിന്റെ അവിടെ ചെന്നപ്പോൾ ഒരാണുങ്ങളെ സംസാരം കേൾക്കുന്നു. എവിടാ റൂമിനടക്കും. പുള്ളിക്കാരിയുടെ അമ്മ പറയാണ്, പുള്ളിക്കാരിയുടെ ഉമ്മ കിടന്നുറങ്ങിയപ്പോഴത്തേനും ഉമ്മ എന്തോ സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും എന്തോ ആണുങ്ങളുടെ സൗണ്ട് ഈ പുള്ളിക്കാരിയുടെ റൂമിൽ നിന്ന് കേൾക്കുന്നു. ആരാ? നമ്മുടെ സുമറ ഫാത്തിമ ചാനലിൻ്റെ ഉടമയുടെ റൂമിൽ നിന്ന്. നൈഷാന്നോ അങ്ങനെ എന്താണ്ട് അവരുടെ പേര് കേട്ടോ. പേരിലൊന്നും പ്രാധാന്യമില്ല. ഞാൻ വെറുതെ അവരുടെ പേരൊന്നും കറക്റ്റ് പേരൊന്നും വലിച്ച് ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ അങ്ങനെ വിളിച്ച് അങ്ങനെ ആണുങ്ങൾ സംസാരിക്കായിരിക്കുന്നു. ഞാൻ പേര് വിളിച്ചില്ല, എന്ന് നെതിലോ എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. പക്ഷെ നെതിലോ എന്ന് വിളിച്ചെന്നെങ്കിൽ ഇവിടെ കഥ പടച്ചെങ്കിലും അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയെടുപ്പ് കിടക്കണം. അവിടെ അടുക്കളയെ നോക്കിയിട്ട് കാണുന്നില്ല. ഹാളിൽ നോക്കി, അപ്പുറത്തൊരു റൂമുണ്ട് അതിൽ നോക്കി. അപ്പൊ ഇപ്പുറത്തോട്ട് നമുക്ക് റൂം ചാരിയേക്കുന്നു. ഞാൻ ഇതിലാന്ന് വിളിച്ചപ്പം ഇവിടെ കഥവ് തുറന്നു. ഉമ്മ ഞാൻ കണ്ട രംഗം എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ. കണ്ട രംഗം ഞാൻ ചോദിച്ചു, ഇങ്ങനെ വെച്ചാൽ ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത്. എടാ പട്ടി ഈ വീട്ടിനകത്ത് കയറി എന്തിനാടാന്ന് വെച്ചു. ഞാൻ ഷാനാണ്. ഇതിനകത്ത് ഷാൻ എന്നാണ് തോന്നാനുള്ള പേര്. ഇതിനകത്തൊരു ലോജിക്കൽ പ്രശ്നമുണ്ട് കേട്ടോ. ആ ലോജിക്കൽ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. ഈ ഉമ്മ പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഇങ്ങനെ എന്തോ ശബ്ദം കേട്ട് വന്ന് ഗ്രില്ല് തുറന്നു, അവിടെ നോക്കി ഇവിടെ നോക്കി കണ്ടില്ല. അങ്ങനെ മഷ്റൂർ ഫാത്തിമയുടെ ചാനലുടമയുടെ റൂം തുറന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ ഈ പുള്ളിക്കാരൻ, അതായത് പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ കാമുകനും കൂടെ റൂമിൽ സമയം ചിലവാക്കുന്ന ഒരു പ്രത്യേക രംഗം കാണുകയും പുള്ളിക്കാരി ഒക്കെ വിളിച്ച് അങ്ങനെ സെറ്റപ്പായി അങ്ങനെ ഒരു വഴക്കായി എന്നാണ് പറയുന്നത്. അതിനകത്ത് ലോജിക് പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. ബാക്കിയോട് കേട്ട് വരാം. എനിക്ക് നെജില ഇഷ്ടമാണ് പറഞ്ഞതാണ്. അപ്പൊ നെജില പറഞ്ഞു, ഞാൻ അവരുടെ പേര് പറയണ്ടെന്ന് വിചാരിച്ചാ. നെജില പേര് വന്ന് മറ്റേ പുള്ളിയുടെ പേര് പറഞ്ഞു. ഞാനത് പറയാതിരിക്കാനാണ് മഷ്റൂറ ഫാത്തിമ ചാനലിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അവരുടെ പേര്. അത് വീണ്ടും ഞാൻ അതിലേക്ക് ട്രൈ ചെയ്യുന്നില്ല. എനിക്ക് ഷാന ഇഷ്ടമാണ്. നിങ്ങൾ വിവാഹം കഴിച്ചു ഞാൻ ഈ കുടിയനെ കുടിച്ചിട്ടുണ്ട്. അവൻ മുഴുത്ത് കുടിച്ചിരിക്കുകയാണ്. ഞാൻ ഈ കുടിയനെ നീ ഇടുന്നത്. അപ്പൊ അതാ ഷാൻ നിങ്ങൾ നാറുമ്മ. ഇതൊക്കെയാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്തെ ലോജിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാമുകിയെ വിളിച്ച് നിങ്ങളുടെ റൂമിൽ കയറ്റിയിരുത്തുന്നു. നിങ്ങളുടെ അമ്മ വന്ന് തട്ടുന്നു. അപ്പോഴേ പോയി അങ്ങ് തുറന്ന് കാണിക്കുള്ളൂ. അവൻ റൂമിലുണ്ട് കേട്ടോ, അവൻ റൂമിലുണ്ട്, ഉമ്മ കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കൂ. എനിക്ക് തോന്നുന്നില്ല അതെന്താണ് അതിനകത്ത് ശരിക്കും നടന്നതെന്നുള്ളത് ഇനി ഇവർ എക്സ്പ്ലെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അങ്ങനെ മീൻസ് അങ്ങനെ ഇപ്പോൾ കാമുകനെ വിളിച്ച് അല്ലെങ്കിൽ കാമുകിയെ വിളിച്ച് റൂമിൽ കയറ്റുകയാണെങ്കിൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അപ്പുറത്ത് ഉമ്മയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അറിയാത്ത രീതിയിൽ സംസാരിക്കാൻ വഴിയുള്ളൂ. ഇൻ കേസ് വന്ന് നോക്കിയാലും അതിൽ നിന്ന് ഊരാനേ നോക്കത്തുള്ളൂ. അല്ല തുറന്ന് എന്നാ സാർ അറസ്റ്റ് ചെയ്യൂ സാർ എന്ന് പറഞ്ഞ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ വന്നുമായിട്ട് ബന്ധപ്പെട്ട് മഷ്റൂറ അവരുടെ ചാനൽ ഇതിന് മറുപടി നൽകി. അമ്മയോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി വ്യക്തമായിട്ട് നിറയൊഴിക്കുന്നത് പോലെ അനീഷ് പറഞ്ഞാലും കുത്തിക്കേറ്റിട്ടുണ്ട്. നമുക്ക് മറുപടി വെക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ എന്നെ ഇപ്പോഴും മാത്രമല്ല മുന്നേ തൊട്ടേ എന്തുകൊണ്ടാണ് എന്ന് ഉമ്മാക്കറിയാം. മുന്നേ തൊട്ടേ ഉമ്മയും ഞാനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത വ്യക്തികളാണ്. പക്ഷേ ഉപ്പ എൻ്റെ കൂടെ അന്നും ഇന്നും സ്ട്രോങ് ആണ്. എനിക്ക് ആദ്യം മുതലേ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിക്കണ്ട. ബീനിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിനക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഈ ബീനെന്ന് പറയുന്നത് മറ്റേ ഉമ്മയുടെ വോയിസ് വന്ന ചാനലാണ്. ഇതൊക്കെ എന്തൊരു യൂണിവേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സംഭവം ഞാൻ ആ വീട്ടിലായിരുന്നു. അപ്പോൾ ഉമ്മ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കാമുകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഞാനും ഉമ്മയും തമ്മിൽ സ്വരച്ചേർച്ച തീരെയില്ല. അതെന്താണെന്ന് എനിക്ക് ഉമ്മയ്ക്ക് പറയാം. അതെന്താണെന്ന് നിനക്കറിയണമെങ്കിൽ നീ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പറഞ്ഞു തരും. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അത് മറ്റാരും പറയേണ്ട കാര്യമില്ല. അത് ഞാനും ഉമ്മയും തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ വാപ്പയായിട്ട് നമ്മളൊരു പ്രശ്നമില്ല. വാപ്പയായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ്. നിങ്ങളെല്ലാം ഈ അമ്മമാരുമായിട്ട് വഴക്കാണില്ലേ?
അത് നിങ്ങൾ വഴക്കിടുവോ, അമ്മയുമായിട്ട് വഴക്കിടുവോ, കാമുകനുമായിട്ട് ഇറങ്ങിപ്പോവോ, ഭർത്താവുമായിട്ട് കൂടെ താമസിക്കുന്നോ, എന്തൊരു വേണേലും ചെയ്ത് ഇത് എന്തിനാണ് സോഷ്യൽ മീഡിയക്കകത്ത് പിടിച്ച് വലിച്ചിരുന്നത്? നിങ്ങളുടെ ഈ മക്കൾ വളർന്നു വരുമ്പോൾ ഭാവിയിൽ, ഇപ്പോൾ അവർക്ക് അതത്ര അറിവുണ്ടാവില്ല, ഭാവിയിൽ വളർന്നു വന്നിട്ട് ഈ ഒരു കഥയൊക്കെ കാണുമ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരമാവധി നമ്മുടെ കുടുംബത്തിൽ മാക്സിമം പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. എല്ലാം കൂടെ വന്ന് യൂട്യൂബിൽ തുറന്ന പുസ്തകമായിട്ട് മലർത്തി ഇട്ട് കഴിഞ്ഞാൽ പോകുന്നതും വരുന്നതും എല്ലാം നോക്കിയിട്ട് പുസ്തകത്തിൽ 12 പേജ് കോമഡി എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടങ്ങ് പോകും. നിങ്ങളുടെ ജീവിതമാണ് മാറാൻ പോകുന്നത്. നിങ്ങൾ ഈ ചെയ്തു വെക്കുന്നതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങളുടെ മക്കളും അവരുടെ മക്കളും എല്ലാം അനുഭവിക്കേണ്ടി വരും. നിൻ്റെ വലിയമ്മ മറ്റേ ഒളിച്ചാൽ പോയ മറ്റേ വീട്ടിൽ വിളിച്ച് ഈ ഒരു സെറ്റപ്പിലേക്ക് വരും. സോ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഡ്രാഗ് ചെയ്യാതിരിക്കുക. ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ ഇത്രയും സ്വർണം ഉമ്മാരെ കയ്യിലിരിപ്പുണ്ട്, ഒരു അരപ്പവന്റെ കൈ. ഇത് 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 നിങ്ങൾ കേൾക്കണം. ഇത് ശരിക്കും ഷാജിദ ഷാജി ഏതൊക്കെ രീതിയിലൂടെ കടന്നുപോയോ ആ സാധനങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ഇപ്പോൾ അങ്ങനത്തെ സെറ്റപ്പും പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരുടെ ലൈവ് ഒക്കെ കണ്ടത്, ഞാൻ ചാറ്റൊക്കെ ചെയ്തായിരുന്നു. അതിനകത്ത് ലൈവ് ചാറ്റ്, വേറെ ചാറ്റില്ല കേട്ടോ, വീഡിയോക്കകത്ത് ചാറ്റ് ചെയ്യുക എങ്ങനെയാണ് പറയുന്നത്, അത് ആ സാധനം ഞാൻ ചെയ്തായിരുന്നു. ഇത് അത് തന്നെ പുള്ളിക്കാരി ഇപ്പോൾ അമ്മയോട് കണക്ക് പറയാണ്. അമ്മ എനിക്ക് ഇന്ന സാധനങ്ങൾ തരാനുണ്ട്, അമ്മ എനിക്ക് ഇന്ന സാധനങ്ങൾ തരണം, ഇനി വേറെ ഇത് എന്തൊക്കെ പുകയിലേക്ക് പോയി അവസാനിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മ എന്തൊക്കെ തരാനുണ്ടെന്ന് നമുക്ക് കേൾക്കാം. ഇത് ഫുള്ള് മാത്തമാറ്റിക്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം മാത്തമാറ്റിക്സ് ആണ്. ഈ മാത്തമാറ്റിക്സ് കുടുംബത്തിൽ നിൽക്കാതെ നമ്മളോടെല്ലാം പറയാണ്. 50,000 ആൾക്കാർ കാണും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്തമാറ്റിക്സ്. എനിക്ക് എൻ്റെ ഉമ്മ ഇത്ര രൂപ തരാനുണ്ട്. ഒരു അരപ്പവന്റെ കൈച്ചേനും സച്ചി മോഡൽ കൈച്ചേനും മുത്തുമോൻ്റെ ഉപ്പാക്കുട്ടര് ഇട്ട് അതിൽ നിന്ന് കൊടുത്തിട്ട് വാങ്ങിയതാണ്. മസ്റൂറ മോൾക്ക് ഏകദേശം ഒരു 8-9 പവനോളം 40-ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അന്നും റഹീം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു മകളാണുള്ളത്, അത് നഷ്ടപ്പെടുത്തരുത്. അതിന് മസ്റൂറ മോൾക്ക് വാങ്ങി വെച്ചിരിക്കുന്നത് കൽക്കട്ട മോഡലിൻ്റെ 3 പവൻ്റെ വളയാണ് ഇരിക്കുന്നത്. അത് ഉമ്മാരെ കയ്യിലാണ് ഇരിക്കുന്നത്. ഉമ്മ അത് തിരികെ എനിക്ക് പെൺകുട്ടിയാണ് തരണം. പിന്നെ എന്നെ കൊണ്ട് ഇപ്പോൾ തയ്യൽ ക്ഷേമ നിധി 50,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഉമ്മ എനിക്ക് അത് തിരികെ തരണം. 2,000 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടുള്ളത്, അടയ്ക്കണം. ഞാൻ എടുത്ത് തന്നതാണ് തയ്യൽ ക്ഷേമ നിധി, നിങ്ങൾ അന്നം പൊന്നിൽ. പിന്നെ പാർട്ടി ലെവലിൽ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴേ എനിക്ക് ഇത്രയും ബാധ്യത ഉമ്മ വരുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രമാണം അതും എനിക്ക് തിരികെ തരണം. ഇത് പ്രമാണവും പ്രണാമവും എല്ലാം എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കുക. ഇതേപോലത്തെ മക്കൾ ഇപ്പം ഇവർ പറയുന്നതിനകത്ത് മറ്റൊരു ലോജിക്കൽ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഉമ്മയും കാലാകാലങ്ങളായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. ഉമ്മയും ഞാനും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, വർഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നമാണ്. അത് ഉമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. നിനക്കറിയണം, നീ എന്നോട് ചോദിച്ചാൽ മതി. പക്ഷേ എൻ്റെ മോളുടെ 3 പവൻ്റെ അത് ഉമ്മയുടെ കയ്യിലാണ്. ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 50,000 രൂപയുടെ ക്ഷേമനിധി ലോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ പ്രമാണം എടുത്തിട്ട് ഞാൻ ഉമ്മയുടെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഉമ്മയും ഞാനും തമ്മിൽ പ്രശ്നമാണ്. മനസ്സിലായോ? ഇതിൽ ആര് പറയുന്നതാണ് കള്ളം, ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് യുദ്ധം തെറ്റും തമ്മിലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ നിങ്ങൾ മാക്സിമം പരമാവധി സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. അത് ഉണ്ടാക്കുന്ന ചീത്തപ്പേര് വളരെ വലുതായിരിക്കും. പിന്നെ കിടന്ന് കൈയിട്ടടച്ചിട്ടോ എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നേ, നിങ്ങളെല്ലാം അങ്ങോട്ട് എൻ്റെ ഭാവി അറിയാതെ ഭൂതം അറിയാതെ എന്നോട് എന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കുക. മറ്റൊരു കേട്ടോ.